ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഡീന ജോൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം ഡിഎംഒ തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മ മരിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാത സ്വദേശി ഇന്ദിരാദേവിയാണ് മരിച്ചത്. ചാടൂരിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വാൽപ്പാറയിൽ തമിഴ്നാട് ആർടിസിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് അന്ത്യം. എച്ചിപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം, വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചു. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ കാട് കയറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഡീന ജോൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഡിഎംഒ തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നഴ്സുമാർക്ക് സമ്മർദ്ദം കൂടാതെ സമാധാനപരമായി നിർഭയം ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആശുപത്രിയിൽ ഉണ്ടാകണമെന്നും ജീവനക്കാർക്കെതിരെ സമ്മർദ്ദം നൽകുന്ന മേലധികാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അതിരൂക്ഷമായ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കണമെന്നും കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് സൂപ്രണ്ടിന്റെ ചേംബറിൽ വെച്ച് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഡീന ജോൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ക്രിസ്മസിന് ഇവർക്ക് അവധി നൽകിയിരുന്നില്ല. അനുമതിയില്ലാതെ അവധിക്ക് പോയതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ട് വിശദീകരണം തേടിയിരുന്നു. തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മ മരിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം താമസിക്കുന്ന ചക്കിങ്കൽ 65 വയസ്സുള്ള ഇന്ദിരാദേവിയാണ് മരിച്ചത്. തിരുവില്ലാമല ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തായിരുന്നു അപകടം. കൊല്ലങ്കോട് നിന്നും കാടാമ്പുഴയ്ക്ക് പോവുകയായിരുന്ന മാർവ ബസ്സിൽ നിന്നാണ് ഇവർ തെറിച്ചു വീണത്. ബസ് മുന്നോട്ടെടുത്തപ്പോൾ റോഡിൽ കിടന്നിരുന്ന പൂച്ചയെ തട്ടാതിരിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചതിനെ തുടർന്ന് സ്റ്റെപ്പിൽ നിന്നിരുന്ന ആളുടെ കൈതട്ടി ഡോർ തുറക്കുകയും ഇന്ദിരാദേവി പുറത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ ഇവരെ ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ് പഴയന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാഴൂർ കോലംവളവിന് സമീപം ബസ് സ്റ്റോപ്പ് വളവിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. തൃശൂർ പുല്ലഴി സ്വദേശി കുരുതുകുളങ്ങര വള്ളൂക്കാരൻ പൊറിഞ്ചു മകൻ 44 വയസ്സുള്ള സോണിയാണ് മരിച്ചത്. സോണിയുടെ മകൻ ആന്റണിയെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെയായിരുന്നു അപകടം. ചാഴൂരിലെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ വാഹനവുമായാണ് കൂട്ടിയിടിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന സോണിയെ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അടുത്തടുത്ത് വളവുകളുള്ള ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. വളവുകൾക്ക് മുൻപായി ഹമ്പ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഇപ്പോഴും പരിഹരിക്കപ്പെടാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വാൽപ്പാറ വാട്ടർഫോൾ ടൈഗർ പ്ലേസ് എസ്റ്റേറ്റിന് സമീപം തമിഴ്നാട് ആർടിസിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തായ്മുടി സ്വദേശി 20 വയസ്സുള്ള സുദർശനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് നവീനെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തായ്മുടി എസ്റ്റേറ്റ് തൊഴിലാളികളായ അച്ഛനെയും അമ്മയെയും കണ്ട് സുദർശൻ ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. എച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. ബരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മൊയ്തീൻകുട്ടിയും ഭാര്യ റംലത്തുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുന്ന ഒറ്റയാനാണ് തെങ്ങ് മറിച്ചിട്ടത്. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മുറ്റത്ത് ആന എത്തിയതോടെ വീട്ടുകാർ മണിക്കൂറുകളോളം ഭീതിയിലാണ് കഴിഞ്ഞത്. പിന്നീട് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തുകയായിരുന്നു. 1 വർഷം മുൻപും ഇവരുടെ തറവാട് വീടിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാനയെ കാടുകയറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി നഗരത്തിൽ നിന്ന് 15-കാരിയായ വിദ്യാർത്ഥിനിയെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. കാരൂർ റോഡിലെ വെള്ളാഞ്ചിറയിലുള്ള പെൺകുട്ടിയെയാണ് ഞായറാഴ്ച രാവിലെ 11 മണിയോടെ സൗത്ത് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പരിസരത്തു നിന്നും വാനിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത്. 3 മണിക്കൂറിന് ശേഷം VR പുരത്ത് താൻ വാഹനത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പെൺകുട്ടി പോലീസിന് പറയുകയും ചെയ്തു. ഞായറാഴ്ചയിലെ വേദപാഠ ക്ലാസിന് ശേഷം ചാലക്കുടി പള്ളിയിൽ നടന്ന കുർബാനയിലും പങ്കെടുത്തതിന് ശേഷമാണ് കുട്ടി വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയത്. മാരുതി ഒമ്നി വാനിലെത്തിയ ആളുകൾ ബലമായി പിടിച്ചു കയറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കുട്ടി 3 മണിക്കൂറിന് ശേഷം 3.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള VR പുരത്ത് വെച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. കുട്ടി ഓടിക്കയറിയ VR പുരത്തെ വീടിന്റെ ഉടമ മാവേലി ജേക്കബാണ് വിവരം ജനപ്രതിനിധികളെയും പോലീസിനെയും അറിയിച്ചത്. സ്ഥലത്തെത്തിയ പോലീസ് വിശദമായി കുട്ടിയെ ചോദ്യം ചെയ്തുവെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കുട്ടി പറഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന സ്ഥലത്തെ CCTV ക്യാമറ പരിശോധിച്ചതിൽ ഈ സമയത്ത് 3 പെൺകുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതായാണ് കണ്ടെത്തിയത്. എന്നാൽ വാഹനമൊന്ന് പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് കാണാനായില്ലെന്നും പോലീസ് പറഞ്ഞു.
ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ സംഘടിപ്പിച്ച കരോൾ ഗാനാലാപനം തടഞ്ഞ SI വിജിത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് ചാവക്കാട് SHOയ്ക്ക് പരാതി നൽകിയത്. സർക്കാരിനെതിരെ ജനരോഷം ഉയർത്തി കലാപമുണ്ടാക്കുവാനും സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുവാനുമുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയതിനും കേസെടുക്കണമെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന ആശങ്ക നിലനിൽക്കെ രാജ്യത്തെ മതവിശ്വാസികളും മതേതരവാദികളും വലിയ അപകടത്തിലാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. SYS കേരള യുവജന സമ്മേളനത്തിലെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതവിശ്വാസത്തിലും ധാർമ്മികതയിലും ഉറപ്പിച്ചു നിർത്തേണ്ട കാലത്ത് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ മിനിമം ഐക്യം കാത്തുസൂക്ഷിക്കേണ്ടതാണെന്നും മറ്റെല്ലാം അതിനുശേഷമേ പരിഗണിക്കേണ്ടതുള്ളൂവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ നാനോന്മുഖമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ട വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലേക്കാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് പകരം യന്ത്രം പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന അതിലേക്ക് കടന്നു കഴിഞ്ഞു. അനുദിനം മാറുക. ആ മതവിശ്വാസത്തിൽ വന്ന താല്പര്യക്കുറവ് എന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി യൂറോപ്പിലും ഒരുപക്ഷെ അധികം വൈകാതെ അമേരിക്കയിലും ഒക്കെ ആൾറെഡി ആയി കഴിഞ്ഞു. അവിടെയാണ് യുവജനങ്ങളെ മനുഷ്യപ്പറ്റിൻ്റെ ആ വിഷയത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് SYS അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ സിമ്പോസിയങ്ങളുടെ ഒക്കെ പ്രസക്തി അതാണ്. രാഷ്ട്രീയത്തിന് ബെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത്, വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ഫാദർ ബെൻവിൻ തട്ടിൽ, സിറിൽ ആന്റണി, നെപ്പോ ചിറമൽ, സനൽ മഞ്ഞളി, സിജു മഞ്ഞളി, സിസ്റ്റർ റോസ്മിൻ മാത്യു, ഫാദർ ഡിറ്റോ കൂള, ജോസി ജോണി തുടങ്ങിയവർ സംസാരിച്ചു. വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദ്യം നമ്മുടെ പൂർവികർ തുടങ്ങിയ എല്ലാ വികാരിമാര് കൈക്കാരന്മാര് ഇടവേക്ക് സേവനം ചെയ്യുന്നവരെ എല്ലാവരും ഈ ജൂബിലി സമാപന വേളയിൽ നന്ദി പറയാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരാണ്. കാരണം ഞാൻ ശതാബ്ദി ആഘോഷങ്ങളുടെ വേളൂക്കരയിൽ വീട്ടിൽ തീപിടുത്തം. പുത്തൻപടിക വീട്ടിൽ സേവ്യർ റാഫേലിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഇരുനില വീട്ടിലെ മുകളിലെ മുറിയിലെ AC-യിൽ നിന്നാണ് തീ പടർന്നത്. കട്ടിൽ, അലമാര, മേശ, കസേര, ഫാൻ എന്നിവ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് നീന്തൽ പരിശീലിക്കുന്നത്. മുങ്ങിമരണങ്ങൾ നിത്യസംഭവമാകുന്ന പശ്ചാത്തലത്തിലാണ് കൗമാരപ്രായക്കാരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകാൻ മട്ടത്തൂർ പഞ്ചായത്ത് തീരുമാനമെടുത്തത്. നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം മുങ്ങിമരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കപ്പെടരുതെന്ന ദൃഢനിശ്ചയമാണ് പരിശീലന പദ്ധതിക്ക് പിന്നിലുള്ളതെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് പറഞ്ഞു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലിച്ചിട്ടുണ്ട്. വന്ന സമയത്ത് അന്നും അവർ ഇത്രയ്ക്കും വെള്ളത്തിലിറങ്ങാനൊക്കെ വളരെയധികം പേടിയായിരുന്നു. ഇപ്പോൾ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടിയാണ് അവർ നീന്തുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഉപകാരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ കുഞ്ഞു കുട്ടികൾ വരെ വരുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കൊച്ച് ഉണ്ട്. അവള് വളരെ ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് ഈ നീന്തണത്. നീന്തൽ പരിശീലിച്ചതിനൊപ്പം കുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്താനും പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ സാധിച്ചതായി പഞ്ചായത്ത് അംഗം സീബ ശ്രീധരനും പറഞ്ഞു. കാരണം കുട്ടികളെ ഇപ്പോൾ ഒരു വെള്ളത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഇവിടുത്തെ ട്രെയിനി തന്നെ പറഞ്ഞു. 5ാമത്തെ ദിവസം ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ചാടിക്കുന്നു. 5ാമത്തെ ദിവസം തന്നെ 10ഓളം കുട്ടികൾ
ട്യൂബില്ലാതെ ചാടാൻ സാധിച്ചു. അതൊക്കെ വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി നിലയില്ലാത്ത വെള്ളത്തിൽ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആളൂർ കൊമ്പിടി സ്വദേശിയായ MS ഹരിലാലാണ് മട്ടത്തൂരിലെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. 2 ഘട്ടങ്ങളിലായി 150ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തത്. വെള്ളിക്കുളങ്ങര കൊടുങ്ങച്ചിറയിലായിരുന്നു ആദ്യഘട്ട പരിശീലനം. ചെമ്പുച്ചിറയിലെ വിസ്തൃതമായ കുളത്തിൽ 2ാം ഘട്ടം പരിശീലനം നടന്നുവരികയാണ് ഇപ്പോൾ. ഒരു സ്പോർട്സ് ഇനമായല്ല, ജീവൻ രക്ഷാ മാർഗം എന്ന നിലയ്ക്കാണ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ 15 വർഷത്തിനിടെ ആയിരക്കണക്കിന് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള ഹരിലാൽ പറയുന്നു. ഒരു 3 പേർക്കും 4 പേർക്കും ആഴമേറിയ വെള്ളത്തിലാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് വരെ ഞങ്ങൾ മുക്കി അവരെ അത് പരിശീലിക്ക് കാണിക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ്. ഒരിക്കലും ഒരു സ്ഥലത്തും നിലയില്ലാത്ത വെള്ളമാണ്. അപ്പോൾ നിലയില്ലാത്ത വെള്ളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, നിലയില്ലാത്ത വെള്ളത്തിൽ ഒഴുക്ക് പുഴയിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരേത് വെള്ളത്തിൽ പോയാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. മറ്റേ സ്വിമ്മിംഗ് പൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ നിലയുള്ള സ്ഥലത്താണ്, കാല് കുത്താൻ പറ്റുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയം വിട്ടു പോകുന്നില്ല. മുഖ്യ പരിശീലകൻ ഹരിലാൽ മുത്തേടത്തിനൊപ്പം AN സജീവൻ, CR സോണി, MV ബിജുമോൻ, നവീൻ പോണോളി, EJ ജിനേഷ് എന്നിവരും പരിശീലക സംഘത്തിലുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:45 മുതൽ 7:45 വരെയുള്ള 1 മണിക്കൂറാണ് പരിശീലന സമയം. രാവിലെ പരിശീലനത്തിനായി എത്തുന്ന കുട്ടികളെ കുളത്തിനു ചുറ്റും ഓടി വ്യായാമം ചെയ്യിച്ച ശേഷമാണ് നീന്താനിറക്കുന്നത്. എയർ നിറച്ച റബ്ബർ ട്യൂബിന്റെ സഹായത്തോടെ ആദ്യം നീന്തുന്ന കുട്ടികൾ പിന്നീട് ട്യൂബിന്റെ സഹായമില്ലാതെ തന്നെ നീന്താൻ പ്രാപ്തരാക്കുന്ന തരത്തിലാണ് പരിശീലനം ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും പരിശീലനം കഴിയുമ്പോൾ കുട്ടികൾക്ക് 1 ഗ്ലാസ് പാലും നൽകുന്നുണ്ട്. വീടിനുള്ളിലെ കുളിമുറികളിൽ മാത്രം കുളിച്ചു ശീലിച്ച തങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ആർജിക്കാൻ നീന്തൽ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു. TCV കൊടകര. വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി പ്രദർശനം, എക്സിബിഷൻ എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെ ചടങ്ങിൽ ആദരിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, ചലച്ചിത്ര താരം ഇന്നസെന്റ്, മോഹൻ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കബീർ മൗലവി ഇമാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലളിത ബാലൻ, സുധാ ദിലീപ്, രേഖ ഷാൻഡി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നൃത്തസന്ധ്യ, സിതാര കൃഷ്ണകുമാറിന്റെ മ്യൂസിക് ബാൻഡ് എന്നിവയുണ്ടായിരുന്നു. വ്യാജ വായ്പയെടുത്ത കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ ബിജു കരിവിനെതിരെ കേസെടുക്കുവാനാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. മുറുക്കനാട് പൊയ്യാറ പരേതനായ ഗൗതമന്റെ ഭാര്യ ജയ്ഷ നൽകിയ പരാതിയിലാണ് കോടതി നടപടി. പോലീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇവർ കോടതിയെ സമീപിച്ചത്. 2013-ൽ ജയ്ഷയുടെ ഭർത്താവ് ഗൗതമൻ കരുവന്നൂർ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. പിന്നീട് അത് അടച്ചു തീർത്തുവെങ്കിലും കുറച്ചു പണം സ്ഥിര നിക്ഷേപമായി ബാങ്കിൽ തന്നെ ഇട്ടു. 2018-ൽ ഗൗതമൻ മരിച്ചു. 2022-ൽ വീട്ടിലെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ 35 ലക്ഷം രൂപ വായ്പാ കുടിശ്ശികയുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. 2013, 15, 16 വർഷങ്ങളിലായി 35 ലക്ഷത്തിന്റെ വായ്പ എടുത്തെന്നാണ് അറിയിച്ചത്. ഇത് വ്യാജ വായ്പയാണെന്ന് കാണിച്ച് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇവർ കോടതിയെ സമീപിച്ചത്. മാളാപ്പള്ളിപ്പുറത്ത് തനിച്ച് താമസിച്ചയാളുടെ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തുവാനുള്ള നാട്ടുകാരുടെയും പള്ളി വികാരിയുടെയും ശ്രമം നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങി തടസ്സപ്പെട്ടു. മാളാപ്പള്ളിപ്പുറം ഇളംചിറ പുത്തൻവീട്ടിൽ രാജുവിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ പള്ളി സെമിത്തേരിയിൽ നടത്തുന്നതിനിടയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയപ്പോഴാണ് നിയമതടസ്സം പോലീസ് ഉന്നയിച്ചത്. മൃതദേഹം വിട്ടുകിട്ടുന്നതിന് പോലീസിന്റെ അനുമതി ആവശ്യമായിരുന്നു. അവകാശികൾ ആരെങ്കിലും എത്തിയാൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന ആശങ്കയാണ് പോലീസിന്റെ തടസ്സവാദത്തിന് കാരണമായത്. 59-കാരനായ രാജു വെള്ളിയാഴ്ചയാണ് മരിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ഇയാൾ 20 വർഷമായി മാളയിലാണ് താമസിക്കുന്നത്.
അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് കല്ലിടവഴി ലിങ്ക് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പ് ദ്രവിച്ചു കേടുവന്നതുമൂലം മാസങ്ങളായി കുടിവെള്ളം പാഴാകുന്നതായി പരാതി. ഇവിടെ നിന്നും പാഴാകുന്ന കുടിവെള്ളം സമീപത്തെ കാനയിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. അതിനാൽ കുടിവെള്ളം നിറഞ്ഞ് കിടക്കുന്നത് കാണാനാകില്ല. ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ ബന്ധപ്പെട്ടവരോട് പരാതി പറഞ്ഞുവെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഇതുമൂലം ബുദ്ധിമുട്ടിലാണ്. വടക്കാഞ്ചേരിയിൽ നടന്ന പരമതത്വ സമീക്ഷാ സത്രം സമാപിച്ചു. വിഷ്ണു സഹസ്രനാമ സമൂഹാർച്ചനയ്ക്ക് ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. സ്വാമിനി മാ ഗുരുപ്രിയ ഭദ്രദീപം തെളിയിച്ചു. യജ്ഞത്തിൽ യജമാനനായി കുമ്പളങ്ങാട് പ്രേമചന്ദ്രവർമ്മയും യജമാന പത്നിയായി ജയശ്രീ വർമ്മയും പങ്കെടുത്തു. സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ ധ്വജാവരോഹണം നടത്തിയതോടെ 23ാമത് പരമതത്വ സമീക്ഷാ സത്രം പരിസമാപ്തിയായി. साक्षिणे नमः। ओम महार्हाय नमः। ദുബായിൽ നടക്കുന്ന എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് ബബിൾഗം ദുബായ് ഒരുക്കിയ ഹ്രസ്വ സിനിമ തെരഞ്ഞെടുക്കപ്പെട്ടു. വെബ് സീരീസ് എന്ന പ്രത്യേക വിഭാഗത്തിലാണ് വിടമാട്ടേൻ എന്ന ഹ്രസ്വ സിനിമ പ്രദർശിപ്പിക്കുക. 37 വർഷമായി ദുബായിൽ കഴിയുന്ന പോൾസൺ പാവറട്ടിയാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. UAEയിൽ നിന്നും മറ്റ് 30 വിദേശ രാജ്യങ്ങളിൽ നിന്നും 500-ലധികം ചിത്രങ്ങളാണ് മത്സരത്തിലുള്ളത്. ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം, ആനിമേഷൻ ഫിലിം, ഡോക്യുമെന്ററി എന്നിവ കൂടാതെ യങ് ആൻഡ് എമർജിംഗ് സ്റ്റുഡന്റ് കാറ്റഗറി ഫിലിം മേക്കേഴ്സ് എന്ന വിഭാഗത്തിലുമാണ് ചിത്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മലയാളം സിനിമകൾ വളരെ അപൂർവമായി മാത്രമേ മത്സരത്തിൽ ഉൾപ്പെടുത്തുവാറുള്ളൂ. ജനുവരി 15, 16, 17 തീയതികളിൽ എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ പ്രദർശനം നടക്കുക. ജനുവരി 18-ാം തീയതി ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ അവാർഡ് ദാന ചടങ്ങും റെഡ് കാർപ്പറ്റ് വിരുന്നും നടക്കും. അവണിശ്ശേരി ഫെസ്റ്റ് സാംസ്കാരിക സമ്മേളനം സംഗീത സംവിധായകൻ നടേഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. VK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. യുവ സാഹിത്യകാരി മനീഷ മുകേഷ് ലാൽ മുഖ്യാതിഥിയായിരുന്നു. പഴയകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. CR പ്രകാശ് സദസ്സിലിരുന്ന് സംഗീത സംവിധായകൻ നടേഷ് ശങ്കറിന്റെയും സാഹിത്യകാരി മനീഷ മുകേഷ് ലാലിന്റെയും തത്സമയം വരച്ച ചിത്രങ്ങൾ ചടങ്ങിൽ കൈമാറി. പഞ്ചായത്ത് അംഗങ്ങളായ സൂര്യ ഷോബി, ജോയ് പയ്യപ്പള്ളി, ശ്രീജിത്ത് പെരിഞ്ചേരി, ALP സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ്, മെഴ്സി ആന്റണി, CT ഷാജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി. മാത്രമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിൽക്കുന്നത്. അതെന്നും എന്നും ഓർമ്മയുണ്ടാവണം. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കയ്പമംഗലത്ത് നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KGCF ജില്ലാ പ്രസിഡന്റ് BS ജയപ്രകാശൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KE പൗലോസ്, ട്രഷറർ KV പൗലോസ്, സംഘാടക സമിതി ചെയർമാൻ T രഞ്ജിത്ത്, CPM ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വീടുകളിൽ എത്തിച്ചു നൽകുന്നു. 28 സംസ്ഥാനങ്ങളിൽ എങ്ങും ഇത് നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്തിലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അത്രയും നല്ല പദ്ധതിയാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് പെൻഷൻ ലഭിച്ചാൽ 52 രൂപ 60 പൈസ.
പൊന്നാനി ജോയിന്റ് RTO ഓഫീസിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കാരണം ജനങ്ങൾ ദുരിതത്തിൽ. കഴിഞ്ഞ ദിവസം ജോയിന്റ് RTOയെ ടെസ്റ്റിന് വന്നവർ ഉപരോധിച്ചിരുന്നു. പൊന്നാനി ജോയിന്റ് RTO പരിധിയിലുള്ള പൊന്നാനി, കുറ്റിപ്പുറം, പെരുമ്പടപ്പ്, ചങ്ങരംകുളം പ്രദേശത്തുള്ളവർ തിരൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിലെ RTO ഓഫീസിൽ പോകേണ്ട ഗതികേടിലാണ്. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അവണിശ്ശേരി അംബേദ്കർ നഗറിൽ ഗ്രാമീണ വായനശാല ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് മെമ്പർ KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മുല്ലനേഴി വിജയൻ നൽകിയ പുസ്തകങ്ങൾ അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഏറ്റുവാങ്ങി. KK വാസുദേവൻ, MK കൃഷ്ണൻ, ശ്രീജിത്ത് പുളിങ്കുഴി, വിജയൻ മരോട്ടിക്കൽ, ശാന്ത വേലായുധൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമനെ ജന്മനാട് ആദരിച്ചു. ദീപൻ ശിവരാമന്റെ ഉബുറോയ് നാടകം അവതരിപ്പിക്കപ്പെട്ട വേദിയിലാണ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ ചേർന്ന് ദീപൻ ശിവരാമനെ ആദരിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് അമൽനാഥ് കടാമ്പുള്ളി അധ്യക്ഷനായി. സബ് ഇൻസ്പെക്ടർ T സുനിൽകുമാർ, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, PTA പ്രസിഡന്റ് മണികണ്ഠൻ, SMC ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, ഫാദർ മാത്യൂസ്, ബർസൌമ പ്രിൻസിപ്പൽ BB ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. ലഭിച്ചിട്ടുണ്ടാവില്ല എൻ്റെ അറിവില്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ നല്ല അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. പ്രത്യേകിച്ച് ഗേൾസ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ 125 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. എത്ര വർഷങ്ങളായിട്ട് ഈ നഗരത്തിൻ്റെ, കുന്നംകുളത്തിൻ്റെ എന്തെല്ലാം വളർച്ചയിൽ ഭാഗമായിട്ടുണ്ടാവും, ഏതെല്ലാം മേഖലകളിൽ ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഭാഗമായിട്ടുണ്ടാവും. ഒട്ടേറെ അഭിമാന നിമിഷങ്ങൾക്ക് ഈ സ്കൂള് അതിൻ്റെയൊക്കെ കാരണമായിട്ടുണ്ടാവും. അപ്പം അത്തരമൊരു സ്കൂളിലൊക്കെ പഠിക്കാൻ കഴിഞ്ഞത്, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമവും നിങ്ങൾക്കൊക്കെ ഏറെ അഭിമാനമുണ്ട് ഈ ഒരു സ്കൂളിൻ്റെ. ബാലസംഘം എരുമപ്പെട്ടി വില്ലേജ് കാർണിവൽ മുണ്ടൻകോട് നഗറിൽ നടന്നു. SFI വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം NS അങ്കിത ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം വില്ലേജ് സെക്രട്ടറി അനന്തകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അപാൽമണി, കൺവീനർ കുഞ്ഞുമോൻ കരിയന്നൂർ, കോർഡിനേറ്റർ ഷീബ രാജേഷ്, TS അരുണിമ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം പാട്ടുരൂപത്തിൽ നോക്കുന്ന പാടിയ നമ്മുടെ ഉദ്ഘാടന സെന്റർ വരെ കേൾക്കണം. എല്ലാവരും ഒരുമിച്ച് പറയില്ലേ? വെസ്റ്റ് വില്ലേജ് കാർണിവലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പം അതിന് അധ്യക്ഷയായിട്ട് ബാലസംഘം ഏരിയ സെക്രട്ടറിയും വില്ലേജ് സെക്രട്ടറി ആയിട്ടുള്ള അനന്തകൃഷ്ണനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമോദത്തോടെ ഞാൻ നോക്കി നിന്നു. ആമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തൂരത്തിൽ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3235 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ടീന ജോൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം DMO തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. തിരുവല്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മ മരിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാത സ്വദേശി ഇന്ദിരാദേവിയാണ് മരിച്ചത്. ചാടൂരിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മൽപ്പാറയിൽ തമിഴ്നാട് RTCയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് അന്ത്യം. ഇച്ചിപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം. വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ കാടുകയറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.